ഗൂഗിൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിൽ നേരത്തെ നടപ്പാക്കിയിരുന്ന വോട്ടർ ഫൈൻഡർ ആപ്ലിക്കേഷന്റെ മാതൃകയിലുള്ള ഹാജി ഫൈൻഡർ ആപ്ലിക്കേഷനാണ് ഈ വർഷത്തെ ഹജ്ജ് സമയത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കോൺസുൽ ജനറൽ അറിയിച്ചു. വോട്ടർ ഐഡി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്താൽ വോട്ടറുടെ പോളിംഗ് സ്റ്റേഷൻ കാണിക്കുന്ന സംവിധാനമായിരുന്നു വോട്ടർ ഫൈൻഡർ. സമാനമായി ഹാജിയുടെ നമ്പർ ടൈപ്പ് ചെയ്താൽ മക്ക, മദീന, മിന എന്നിവിടങ്ങളിൽ ഹാജിയുടെ താമസസ്ഥലം കാണിക്കുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ് ഹജ്ജ് സമയത്ത് ഉപയോഗിക്കുക. We are trying to implement a Haji Finder application. If we put the Haji number or the pilgrim number, it should be able to direct them to their accommodation in Makkah, in Medina or in Mina. We are trying to implement this in this Hajj. We have already started the process of talking with companies and trying to implement it. Most likely it would be implemented this year. ഹാജിമാർ മക്കയിലെത്തുന്നത് മുതൽ വിവിധ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്ന SMS അലർട്ട് സംവിധാനവും ഇത്തവണ ഒരുക്കാൻ പദ്ധതിയുണ്ട്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി എത്തുന്ന 1 ലക്ഷം ഹാജിമാരിൽ ഗ്രീൻ കാറ്റഗറിയിലുള്ള 35,000-ഓളം പേർക്ക് ഹറമിന് സമീപം മികച്ച താമസ സൗകര്യം ഒരുക്കാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അസീസിയയിൽ താമസമൊരുക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണുള്ളത്. കോൺസുലേറ്റുമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനുള്ള സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്താനായി കോൺസുലേറ്റിന് പ്രത്യേകം ഫേസ്ബുക്ക് പേജ് ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രസ് ആൻഡ് ഇൻഫർമേഷൻ കോൺസുൽ ഇർഷാദ് അഹമ്മദും മീറ്റ് ദ പ്രസിൽ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ.